ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നെഗറ്റീവ് വികാരങ്ങളെ എങ്ങനെ നമുക്ക് മറികടക്കാം, വളരെ പെട്ടെന്ന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, നമ്മുടെ മനസ്സിനൊരു അസ്വസ്ഥത അനുഭവപ്പെടുമല്ലോ, നമ്മുടെ മനസ്സിന് അസ്വസ്ഥത അനുഭവപ്പെടും. അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് വികാരമാണ് നടക്കുന്നത് എന്നുള്ളത്. പിന്നെ നമ്മൾ കണ്ടെത്തേണ്ടത് ഏത് നെഗറ്റീവ് വികാരമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സങ്കടമാണോ, ദേഷ്യമാണോ, അതോ സംശയമാണോ, അതോ ആകാംക്ഷയാണോ, അതോ നാളെ എന്ത് സംഭവിക്കുന്നുള്ള ഭയമാണോ, എന്ത് നെഗറ്റീവ് വികാരമാണ് നടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ആ വികാരം അവിടെ ശരീരം പ്രതികരിച്ചതാണ്. ചിന്തകളോടുള്ള പ്രതികരണമാണല്ലോ വികാരങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വികാരം കടന്നു പോകാൻ അനുവദിച്ചുകൊണ്ട് ആ വികാരത്തെ സാക്ഷിയായി ശ്രദ്ധിക്കുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ. അവെയർനെസ് മനസ്സിലെത്തുമ്പോൾ തന്നെ ബോധപ്രകാശവും മനസ്സിലെത്തും. പ്രകാശം നിറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജികൾക്ക് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നെഗറ്റീവ് വികാരങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സ് കുറച്ച് ശാന്തമാകും. ബോധം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നെഗറ്റീവ് വികാരത്തിന് അനാവശ്യ ചിന്തകൾക്കോ മനസ്സിലധികം നേരം നിൽക്കാൻ പറ്റില്ല. അപ്പം ആ വികാരങ്ങൾക്ക് കാരണമായ ചിന്തകൾക്ക് അവിടെ സ്ഥാനമില്ലെങ്കിൽ വികാരങ്ങൾ തുടർച്ചയായി അനുഭവപ്പെടില്ല, അതങ്ങനെ കടന്നു പോകും. അപ്പോൾ അല്പനേരം കൊണ്ട് തന്നെ അത് അവസാനിക്കുന്നതാണ്. എന്നാൽ മനസ്സിന് അസ്വസ്ഥത വരുമ്പോൾ നമ്മൾ വികാരത്തെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ അതായി അങ്ങോട്ട് മാറാൻ തുടങ്ങും. തിരിച്ചറിഞ്ഞില്ല എങ്കിൽ മനസ്സ് തുടർച്ചയായി അതേ വികാരം ഒരുപാട് നേരം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് അനുഭവിപ്പിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രവൃത്തിയും ആ വികാരത്തിനനുസരിച്ചായി മാറും. പലപ്പോഴായി ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതൊരു ഓട്ടോ റണ്ണിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ആ ദേഷ്യം നമ്മളുടെ കൺട്രോളിലല്ലാതെ, നിയന്ത്രണത്തിലല്ലാതെ നടക്കാൻ തുടങ്ങും. മനസ്സ് ഓട്ടോ റണ്ണിലേക്ക് മാറും. വീണ്ടും വീണ്ടും നെഗറ്റീവ് വികാരങ്ങൾ ആവർത്തിച്ചാൽ ശരീരത്തിലെ കോശങ്ങളിൽ ഏൽക്കുന്ന ആഘാതം ചെറുതല്ല. പിന്നീട് അത് രക്തസമ്മർദ്ദം പോലുള്ള അസുഖങ്ങൾ, അങ്ങനെ പല അസുഖങ്ങളായി മാറും. മനസ്സിനുള്ളിൽ സംഭാഷണം നടക്കാൻ പ്രധാന കാരണം എന്താണ്? പ്രതീക്ഷകൾ തന്നെയാണ്, എക്സ്പെക്റ്റേഷൻ, നമ്മുടെ ആഗ്രഹങ്ങളും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ചില കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ നമ്മളതിനെ യുക്തി ഉപയോഗിച്ച് അതിനെ ശരിയും തെറ്റുമൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ചിന്തകൾ. പക്ഷെ ആ ചിന്തകൾ ഒരുപാട് നേരമാകുമ്പോൾ ശരീരം പ്രതികരിക്കാൻ തുടങ്ങും. അത് വികാരങ്ങളായി ഹോർമോൺ ഇജക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഹോർമോൺ ഇജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വികാരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യം എന്നുള്ളത് മൗനമാണ്. മൗനം എന്നാൽ നമ്മൾ ആരോടും സംസാരിക്കാതെ മിണ്ടാതെ ഒതുങ്ങിയിരിക്കുക എന്നുള്ളതല്ല. മൗനം എന്നാൽ മനസ്സിനുള്ളിൽ നടക്കുന്ന സെൽഫ് ടോക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിനുള്ളിലുള്ള സംഭാഷണം ഇല്ലാതെ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളതാണ് മൗനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സിനെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ആത്മബോധത്തിലിരുന്നു കൊണ്ട് മാത്രമേ മനസ്സിനെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. മനസ്സല്ല നമ്മൾ, വികാരമല്ല നമ്മൾ, ശരീരമല്ല നമ്മൾ. നമ്മളുടെ ഉള്ളിലൊരു ബോധമുണ്ട്. ആ ബോധം എല്ലാത്തിനെയും അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ആ അവെയർനെസ് അവിടേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ശ്രദ്ധ ചിന്തകളിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം നെഗറ്റീവ് വികാരങ്ങളിലൂടെ കടന്നു പോകാതെ നമുക്ക് ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ പല സാഹചര്യങ്ങളിലും ഈ വികാരങ്ങൾ നമ്മളിൽ സൃഷ്ടിക്കപ്പെടും ചിന്തകൾ മൂലം. ചിന്തകൾ ഉണ്ടാക്കുന്നത് പല വ്യക്തികളോ അല്ലെങ്കിൽ വസ്തുക്കളോ ദൃശ്യങ്ങളോ ഒക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച്, നമ്മളുടെ മൈൻഡിൻ്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചുള്ള ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് അവിടെ ആ ദൃശ്യമോ വ്യക്തിയോ വസ്തുക്കളോ നമ്മളോട് അങ്ങനെയല്ല പെരുമാറിയത് എങ്കിൽ നമുക്ക് ആ ചിന്തകൾ ഉണ്ടാകുന്നു. അപ്പം ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് അത് കുറയ്ക്കാൻ സാധിക്കുള്ളൂ. അല്ല എങ്കിൽ മനസ്സ് ഒരു സ്വസ്ഥതയുമില്ലാതെ തന്നെത്താനെ ചിന്തകൾ സൃഷ്ടിച്ച് തന്നെത്താനെ വികാരം സ്വയം അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ആ വികാരത്തിന് നമ്മൾ അഡിക്ഷനായി മാറും. അപ്പം അഡിക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കൊരു വികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വികാരം
ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ അത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു അഡിക്ഷനായി മാറും. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡിൻ്റെ ഓട്ടോമാറ്റിക് എല്ലാ കോശങ്ങളും അത് ആ ഒരു അഡിക്ഷൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ആ ബ്രെയിനിൻ്റെ മനസ്സിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അത് മാറുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആ മനസ്സ് തന്നെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി, അല്ലേ? മനസ്സിലെ ചിന്തകൾ, മനസ്സിലെ ഓർമ്മകൾ, മനസ്സിലെ അറിവുകൾ, ഇതെല്ലാം തന്നെയാണ് നമ്മളുടെ പേഴ്സണാലിറ്റിയായി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പുറത്തേക്ക്. അപ്പം അതിലൊരു ആ ഒരു പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള ബോധം തന്നെയാണ്. ആരാണോ ഈ ശരീരം എടുത്തിരിക്കുന്നത് അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അതവിടെ കൺട്രോളിൽ, നിയന്ത്രണത്തിൽ വരുന്നതാണ്. അപ്പം ഇങ്ങനെ നെഗറ്റീവ് വികാരങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നതാണ്, ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ.